ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ ഇന്ന് ചെറുപയർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചെറുപയറാണ് നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ രാത്രി തന്നെ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ രാത്രി നമ്മളിതുപോലെ കുതിർത്ത് വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കാം. അതല്ല വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ കുതിർത്ത ചെറുപയർ ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റി ഇനി ഇതിലോട്ട് ഒരു 2 പച്ചമുളക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ചേർക്കാം. ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടിയോ കുറച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വെള്ള ഭാഗം മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. വലിയ സവാള ആണെങ്കിൽ ഒരു പകുതി ഭാഗം മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇഞ്ചിയും ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നൈസായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ചെറുപയറും കൂടി നമുക്ക് അരച്ചെടുക്കാം. അതും ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് നമ്മളിത് അരച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണുള്ളത്. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസാക്കണ്ട, നമ്മൾ സാധാരണ ദോശമാവിൻ്റെ പരുവത്തിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലോട്ട് ചേർക്കാം. ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകം നമുക്ക് ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാൻ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ സാധാരണ ദോശമാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കുക. ഇതിലേക്ക് വേറെ അരിപ്പൊടിയോ അരിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ മതി. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും കിട്ടും. മാത്രമല്ല ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു 2 സ്പൂൺ മാവ് വെച്ചിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. നല്ല നൈസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അതല്ല കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെ ഇതുപോലത്തെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അരി വെച്ചിട്ടുള്ള ദോശേനേക്കാളും ഏറ്റവും നല്ലതാണ് ഇതുപോലത്തെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശകളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. വെയിറ്റ് ലോസിനും നല്ലതാണ്, അതുപോലെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ 2 സൈഡും നമ്മൾ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തു. ഇപ്പം നല്ല കനം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ല ഇതുപോലെയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഏത് തരം ചട്നിയുടെ കൂടെയും കഴിക്കാം. തേങ്ങാ ചട്നിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റും ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഇതിന് കറിയൊന്നും വേണ്ട, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നാൽ നമുക്കൊരു 15 ദോശ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെജിറ്റബിൾസ്, ക്യാരറ്റ്, സവാളയൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് അങ്ങനെ നമുക്ക് തയ്യാറാക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.